സീരീസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ആൾക്കാരിലും കുറെ ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാറ്റഗറിയാണ് ഡോക്യുമെന്ററീസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററീസിന്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വൻ അടിപൊളിയാണ്. കുറെ ആൾക്കാർ അത് ട്രൈ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. എന്നെ ഇതിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൂവീസ് ആയാലും സീരീസ് ആയാലും ഒക്കെ അതിലുള്ളതൊക്കെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സും സ്റ്റോറീസും ഒക്കെ ആയിരിക്കും. പക്ഷെ ഡോക്യുമെന്ററിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം റിയലാണ്. റിയൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, റിയൽ ഫൂട്ടേജ് ആയിരിക്കും, റിയൽ ഇൻസിഡൻസ് ആയിരിക്കും. അപ്പോൾ ഇത് റിയൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് കാണുന്നത് തന്നെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു 3 ഡോക്യുമെന്ററീസ് ഞാൻ റെക്കമെൻഡ് ചെയ്തുതരാം. ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ബോക്സേഴ്സ് ഉണ്ടാവും, ഫൈറ്റേഴ്സ് ഉണ്ടാവും, അത്ലീറ്റ്സ് ഉണ്ടാവും, ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ സീസൺ 1ഉം 2ഉം ബിഞ്ച് വാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഈ UFC-ലും MMA-ലുള്ള ഫൈറ്റേഴ്സും അവിടെയുള്ള ആക്ടേഴ്സും ഇതുപോലെയുള്ള അത്ലീറ്റ്സും വേറെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും വെച്ചിട്ട് അതിന്ന് ഒരാളെ മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കോമ്പറ്റീഷൻ വീഡിയോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും ഇഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ബ്ലൂ സോണുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് വെറും 5 സ്ഥലങ്ങൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലങ്ങളിലുള്ള 90% മുകളിലുള്ള ആൾക്കാരും 80-85 വയസ്സിന് മുകളിൽ ഹാപ്പിയായി ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സാധാരണ ഒരു സ്ഥലത്തിനെ അപേക്ഷിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ആൾക്കാരിങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സ്റ്റഡി പോലത്തെ ഒരു സംഭവമാണ് ഈ ഡോക്യുമെന്ററി. അപ്പോൾ അവരെ കൾച്ചർ, അവരുടെ ഫുഡ് കൾച്ചർ, റിലേഷൻഷിപ്പ് കൾച്ചർ, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ കൾച്ചറും അവരെ കൾച്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നതും നല്ല ഫുഡ് കഴിക്കുന്നതും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി ഉറങ്ങുക എന്നുള്ളതും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും പലർക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ ഡോക്യുമെന്ററി ആക്ച്വലി ഒരു മെഡിറ്റേഷൻ പോലെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. ഇതിൻ്റെ നരേറ്റർ നമ്മളോട് പേഴ്സണലി സംസാരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇത് ചെയ്ത് നോക്കിയതാണ്. അപ്പം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സീരീസ് പോലെ തന്നെ പുതിയ പുതിയ ഡോക്യുമെന്ററീസും നന്നായി കാണാൻ ശ്രമിക്കുക. അതിലും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി പുതിയൊരു ലിസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.